വെൽക്കം ബാക്ക്. നമ്മുടെ സിംപ്ലിഫിക്കേഷൻ്റെ അടുത്ത ഒരു ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജനറലായിട്ട് ഉപയോഗിക്കുന്ന, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറേ ടേംസിനെ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞത്. സാധാരണ മാത്സിൽ നമുക്ക് വരുന്ന ടേംസ് ഇതൊക്കെയാണ്. നമ്മളൊന്ന് റിമൈൻഡ് ചെയ്തു. ഇനി അടുത്ത ഹെഡിങ് ആണ് മാത്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. ക്രിയകൾ ചെയ്യുമ്പോൾ, മാത്സിലെ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന ആദ്യമായി. ഇത് ബോഡ്മാസ് റൂൾ എന്നാണ് പറയുന്നത്. BODMAS, ബോഡ്മാസ്. എന്താണ് ബോഡ്മാസ് റൂൾ? നമ്മൾക്ക് ക്രിയകൾ ചെയ്യേണ്ടി വരുമ്പോൾ, പല കണക്കുകളും വരുമ്പോൾ അതിൽ പല ക്രിയകൾ ഉണ്ടാവും. ബേസിക് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നമുക്ക് സാധാരണ വരുന്നവ. അപ്പോൾ പല ക്രിയകൾ ചെയ്യുമ്പോഴും പല കണക്കുകൾ ചെയ്യുന്ന സമയത്തും ഇവയുടെ കോമ്പിനേഷൻസ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. അതൊന്നിൽ കൂടുതൽ ക്രിയകൾ ഒരേ ക്വസ്റ്റിന് തന്നെ ഉണ്ടാവും. കൂട്ടലും കുറയ്ക്കലും അതിൻ്റെ കൂടെ തന്നെ ഗുണനഹരണം എല്ലാം വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ക്രിയകൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ഏത് രീതിയിൽ നമ്മൾ ക്രിയകൾ ചെയ്യണം എന്നുള്ളത്. അതാണ് ഈ ബോഡ്മാസ് റൂൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതാണ് ക്രിയകൾ ചെയ്യേണ്ടതിൻ്റെ ഓർഡർ. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം എഴുതിയത്, if an expression has the operations like addition, subtraction, multiplication and division, then bracket and off, then the precedence of simplification of these operations is given by Bodmas rule. Here, each letter of the word stands for first letter of the operator. B for bracket, O for off, D for division, M for multiplication, A for addition, and S for subtraction. Then, in an expression, if two or more similar operators appear in succession, then the precedence should be from left to right. എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ ക്രിയകൾ വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹരണത്തിനാണ്. ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ ശേഷം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷനും സബ്ട്രാക്ഷനും. അപ്പോൾ നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും ഒന്നിച്ച് ചെയ്താലും ഇത്തരത്തിൽ വ്യത്യാസം വരില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരണത്തിന് മുൻപ് ഗുണനം ചെയ്താൽ ഒക്കെ പലപ്പോഴും കിട്ടുന്ന ആൻസറുകൾ ഓരോരുത്തർക്കും ഒരേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഓർഡറിൽ വേണം നമ്മൾ ക്രിയകൾ. അപ്പോൾ ഇതിലും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്, ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് നിങ്ങളെല്ലാം അറിയുന്നത് തന്നെയാണ്. പല രീതിയിലുള്ള ബ്രാക്കറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഓഫ് എന്നുള്ളൊരു ചിഹ്നം വരുന്നുണ്ട്. അതേപോലെ ഈ സ്ക്വയർ റൂട്ട് മാരുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരും. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടീഷനിൽ ഓഫ് നമുക്കധികം ആവശ്യം വരാറില്ല. നമുക്ക് ബ്രാക്കറ്റ് വരും, പിന്നെ ഈ 4 ക്രിയകളും. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ബ്രാക്കറ്റിന് കൊടുക്കണം. ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ ബാക്കി ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഓരോ ആളുകൾക്കും കിട്ടുന്ന ഉത്തരങ്ങൾ ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഈ ബ്രാക്കറ്റുകളെ പറ്റിയാണ്. അപ്പോൾ ബാക്കി ക്രിയകൾ, 4 ക്രിയകൾ, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഈ 4 ക്രിയകളും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു വരുന്നതാണ് ഈ 4 ക്രിയകളും.
അപ്പൊ അതുകൊണ്ട് ആ 4 ക്രിയകൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ITയിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 10 വരെയുള്ള കാര്യങ്ങൾ ഒരു എൻട്രി ലെവൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയും എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന മിനിമം ഈ 4 ക്രിയകൾ ചെയ്യാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയും. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 കോഴ്സ് എല്ലാം ചെയ്യുമ്പോൾ ഈ മാത്സുമായിട്ട് ബന്ധമില്ലാത്ത കോഴ്സുകൾ ചെയ്തവരുണ്ടാവും കുറേ ആളുകൾ. അപ്പോൾ 2 വർഷം കൊണ്ട് മാത്സ് ഉപയോഗിക്കാതെ ഈ കാര്യങ്ങളെല്ലാം അവർ കുറെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടി ഇതെല്ലാം റിമൈൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അല്ലാത്ത കേസിൽ ഇപ്പം ഈ +2 ആയാലും മാത്സ് പഠിച്ചവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുമ്പോൾ ഫീൽ ക്വൈറ്റ് ബോറിംഗ്. അവര് ബോറിംഗ് ആയിട്ടായിരിക്കും തോന്നുക. കാരണം അറിയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും പറയുന്നു. ഞാനിത് പഠിച്ചിട്ടുണ്ടെങ്കിലും മറന്നുപോയ കുറെ ആളുകൾ ഉണ്ടാവും ഉപയോഗിക്കാതെ. അപ്പൊ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഈ 4 ക്രിയകൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ നമുക്കതിൽ ആവശ്യം വരുന്ന ഒരു സാധനം ബ്രാക്കറ്റാണ്. ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ളതിനെ മൊത്തത്തിൽ നമ്മൾ ഒറ്റ ഡിജിറ്റ് ഒറ്റ നമ്പർ ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ക്രിയ ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള ക്രിയ ചെയ്തിട്ട് അതിന്റെ ഒറ്റ നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക, ഒറ്റ നമ്പർ ആയിട്ട്. അപ്പൊ ഈ ബ്രാക്കറ്റുകൾ പലതരത്തിൽ വരുന്നുണ്ട്. അതൊന്ന് നോക്കുക. ഒന്നാമത്തേത് ലൈൻ ബ്രാക്കറ്റ്. ഇതിന് ബാർ ബ്രാക്കറ്റ് എന്നോ ഹൈഫൺ എന്നൊക്കെ പറയാറുണ്ട്. അത് വെറുതെ ഇങ്ങനെ ലൈൻ നമ്പേഴ്സിന്റെ മുകളിലാണ് ലൈൻ വരിക. ഇപ്പൊ 4 കൂട്ടണം 3 അതിനൊന്നിച്ച് മുകളിൽ വരട്ട് കഴിഞ്ഞാൽ അതിനാണ് ലൈൻ ബ്രാക്കറ്റ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ രണ്ടാമത് വരുന്നത് സിമ്പിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ സ്മോൾ ബ്രാക്കറ്റ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, അതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് മിഡിൽ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഡബിൾ ബ്രാക്കറ്റ് ഓർ കേളി എന്നൊക്കെ പറയും. ദെൻ ബിഗ് ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ സാധാരണ ഈ കണക്കുകളിൽ ഈ 3 എണ്ണം സിമ്പിൾ ബ്രാക്കറ്റ്, മിഡിൽ ബ്രാക്കറ്റ്, ബിഗ് ബ്രാക്കറ്റ് ഇത് 3 ഉപയോഗിക്കും. അതിന്റെ ശേഷം 4 ബ്രാക്കറ്റിന്റെ ആവശ്യം വരുമ്പോഴേ നമ്മൾ ലൈൻ ബ്രാക്കറ്റ് ഏറ്റവും ഉള്ളിലായിട്ട് ഉപയോഗിക്കും. ഈ ഓർഡർ തന്നെയാണ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ ബ്രാക്കറ്റുകൾ വരുമ്പോൾ നമ്മൾ എക്സെപ്റ്റ് ലൈൻ ബ്രാക്കറ്റ് ബാക്കി 3 എണ്ണം ആ ഓർഡർ തന്നെ ഉപയോഗിക്കും. ആദ്യത്തെ ഒറ്റ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി സിമ്പിൾ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുക. 2 ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഉള്ളിൽ സിമ്പിൾ ബ്രാക്കറ്റും അതിന്റെ പുറത്ത് മിഡിൽ ബ്രാക്കറ്റും ചെയ്യും. 3 ബ്രാക്കറ്റുകൾ വരുമ്പോഴാണ് ഏറ്റവും ഉള്ളിൽ സിമ്പിൾ ബ്രാക്കറ്റ്, അതിന്റെ പുറത്ത് മിഡിൽ ബ്രാക്കറ്റ്, ഏറ്റവും പുറത്തായിട്ട് ബിഗ് ബ്രാക്കറ്റ് ഉപയോഗിക്കും. 4 എണ്ണം വരുമ്പോൾ ഏറ്റവും ഉള്ളിലുള്ളത് ലൈൻ ബ്രാക്കറ്റ് ആയിരിക്കും. ബാക്കിയെല്ലാം ഇതേമാതിരി പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം, നിർബന്ധമാണ്. കംപ്ലീറ്റ് ഒരു സൈഡ് ഓപ്പൺ ആയി കിടക്കരുത്. ലൈൻ ബ്രാക്കറ്റ് ഒഴികെയുള്ളവ ബാക്കി 3 ആ തുറന്ന ഓർഡർ തന്നെ വേണം ക്ലോസ് ചെയ്ത് പോകാൻ. അത് ഏറ്റവും ഉള്ളിൽ സിമ്പിൾ ബ്രാക്കറ്റ് ആണ്. അപ്പൊ ക്ലോസ് ചെയ്യുമ്പോഴും ഏറ്റവും ഉള്ളിൽ നമ്മൾ ആ സിമ്പിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. പിന്നെ തുറന്നത് മിഡിൽ ബ്രാക്കറ്റ് ആയിരിക്കും. അപ്പൊ അതേ രീതിയിൽ തന്നെ അതവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ബിഗ് ബ്രാക്കറ്റ് ഏറ്റവും പുറത്തായിരിക്കും ഉണ്ടാകുക. ഈ ഒന്നിൽ കൂടുതൽ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു ബ്രാക്കറ്റ് ആവുമ്പോൾ സാധാരണ നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഉപയോഗിച്ചുള്ള ക്രിയകളെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.